ഇയാൾക്ക് പോലും വ്യക്തമാവുന്നില്ല ഈ സ്ഥലം എവിടെയാണ് എന്നുള്ളത്. ആ രീതിയിൽ ഇയാൾ അത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇയാൾ ചൂണ്ടിക്കാണിച്ച 2 സ്ഥലങ്ങൾ കുഴിക്കുകയും രണ്ടാമത്തെ സ്ഥലത്ത് ഈ ബോഡി കണ്ടെത്തുകയും ചെയ്തു. ബോഡി ഒരു ജീർണാവസ്ഥയിലേക്ക് എത്തി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് ഈ ബോഡി റിക്കവർ ചെയ്തപ്പോൾ ഇതിൽ ഒരേ ഒരു മർദ്ദനമേ ഏറ്റിട്ടുള്ളൂ. ഈ പാറ കൊണ്ടുള്ള തലയ്ക്കുള്ള അടി മാത്രമാണ് ഇവരുടെ മരണം സംഭവിക്കാനുള്ള കാരണം. തുടർന്ന് പോലീസ് ഇത് റിക്കവർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ചു. പക്ഷേ ഭർത്താവായിട്ടുള്ള സുന്ദരേഷോ മക്കളോ ഇവരുടെ ബോഡി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിനുവേണ്ടിയുള്ള അനുനയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ഈ ഒരു കുടുംബത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കുട്ടികളെ വരെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഒപ്പം പോവുക, അതും ഒരാഴ്ച മാത്രം പരിചയമുള്ള ഒരാൾക്കൊപ്പം പോവുക, അയാൾക്കൊപ്പം ഇതുപോലെ ഒരു ലോഡ്ജിൽ തങ്ങുക, അതിനുശേഷം തുടർച്ചയായി അയാൾ പറയുന്നതിനെയാണ് അവർ കാര്യമായി എടുക്കുന്നത്. അതായത് ഈ പുനീത് ഗൗഡ പറയുന്ന ഈ കാര്യങ്ങളെ അവരുടെ പൗരുഷത്വത്തെ ചോദ്യം ചെയ്തു, അത്തരത്തിൽ അയാളെ അപമാനിച്ചു, ഇതൊക്കെയാണ് അയാളുടെ പ്രൊവോക്കേഷൻ കാരണമെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തതുകൊണ്ടായിരിക്കാം ആ സ്ത്രീയുടെ ബോഡി ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറാകുന്നില്ല.